أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സഹോദരങ്ങളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 143-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. ഷഅബാൻ റജബിനെ പോലെ അല്ലെങ്കിൽ റജബിനേക്കാൾ ഒരർത്ഥത്തിൽ പവിത്രതയും മഹത്വങ്ങളൊക്കെ ഉള്ള മാസമാണ്. അതുകൊണ്ട് ഷഅബാനിനെ നമ്മൾ ആ അർത്ഥത്തിൽ കാണുകയും ഷഅബാനു ഷഹരി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാസമായതുകൊണ്ട് മുത്തുനബിക്ക് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരം കണ്ടെത്തുകയും ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഷഅബാനിൻ്റെ പവിത്രത നന്നായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ വരും റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. റജബിൻ്റെയും ഷഅബാനിൻ്റെയും റമദാനിൻ്റെയും ഒന്നും മഹത്വങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയേണ്ടതില്ല, കാരണം അതിന് മാത്രം നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച് അള്ളാഹു വെറുത്തതിനെ വെറുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ അടിസ്ഥാനം. ആ രൂപത്തിലാവാൻ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, ആമീൻ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മദ്ദുകളെക്കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടായിരിക്കണം എന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. മദ്ദുകൾ എന്ന് പറഞ്ഞാൽ ആ നീട്ടൽ എന്താണ് എന്നും, എന്താണ് മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്നും, ഫറഈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും ഒക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ മദ് ഫറഈനെ കുറിച്ചാണ് നമ്മുടെ ചർച്ചകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നത്. മദ് ഫറഈ എന്ന് പറഞ്ഞാൽ മദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സുക്കൂന് വന്നാൽ അല്ലെങ്കിൽ ഹംസ വന്നാലൊക്കെ ഉണ്ടാകുന്ന കൂടുതൽ നീട്ടലിന് മദ് ഫറഈ എന്ന് പറയും. അതിൽ 5 പേരുകളിൽ അറിയപ്പെടുന്ന മദ്ദുകളുണ്ട്. പാട്ടും പാടി മദ്ദുകൾ 5 എന്നറിയണം, 5ഉം നമ്മൾ പഠിക്കണം. മുത്തസിൽ, മുൻഫസിൽ, ആരിദ്, ലീനും ലാസിം അതൊന്നും ഓർക്കണം എന്ന് നമ്മൾ പറഞ്ഞു പാടി. അങ്ങനെ എന്താണ് മുത്തസിൽ എന്നും നമ്മൾ പഠിച്ചു അല്ലേ? മദ്ദക്ഷരത്തിൻ പിറകെ ഒരു കലിമത്തിലായി ഹംസെങ്കിൽ അത് മുത്തസിൽ സഅവജാഅയായി അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് മുത്തസിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു മദ്ദിനെ കുറിച്ചാണ്. മദ്ദിൻ്റെ പേരാദ്യം പറയാം, മദ്ദുൽ മുൻഫസിൽ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ചേർന്ന് വന്നത്. നോക്കിയപ്പോൾ ഈ 2 കൈകളും മുത്തസിലായി, ചേർന്ന് വന്നു. മുൻഫസിലായി, വേർപിരിഞ്ഞു. മുത്തസിൽ, മുൻഫസിൽ, മുത്തസിൽ, മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരവും ഹംസും ഒരു പദത്തിൽ തന്നെ ഇങ്ങനെ വന്നു, ചേർന്ന് വന്നു. മുത്തസിൽ ഇങ്ങനെ വന്നു, മുൻഫസിൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം മദ്ദക്ഷരമാവുകയോ അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരം ഹംസയാവുകയും ചെയ്താൽ പറഞ്ഞിട്ട് സംഭവമാകുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നുമില്ലാതെ മദ്ദക്ഷരവും ഹംസും 2 പദങ്ങളിൽ വന്നാൽ അതിന് മദ് മുൻഫസിൽ എന്ന് പറയും. മുത്തസിൽ ഒരു പദത്തിൽ വന്നാലല്ലേ, മുൻഫസിലോ 2 പദങ്ങളിൽ വന്നാൽ തീരുമാനമായി.
അതാ നമ്മളിങ്ങനെ ഉരുട്ടി പരത്തി പറയുന്നത്. എങ്ങനെ ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരികയും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വരികയും ചെയ്താൽ ഉണ്ടായിരിക്കുന്നതായിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെയുള്ള മദ്ദിനാണു എന്ത് പറയുക? അൽ മദ്ദുൽ മുൻഫസിൽ എന്ന് പറയുക. മദ്ദുൽ മുൻഫസിൽ എന്താണ്? ഹംസ വരുന്നൊരു മദ്ദാണ്. മദ്ദക്ഷരവും ഹംസും രണ്ടു പദങ്ങളിൽ വന്നതിൻ പേരാണ്. അല്ലേ? എന്തോ ഒരു സ്മൂത്ത് അല്ലേ? മദ്ദുൽ മുൻഫസിൽ എന്താണ്? ഹംസ വരുന്നൊരു മദ്ദാണ്. മദ്ദക്ഷരവും ഹംസും രണ്ടു പദങ്ങളിൽ വന്നതിൻ പേരാണ്. ഓ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 ഉദാഹരണങ്ങൾ കാണാം. നോക്കിയേ. ഫീഹ അബദ, സ്ക്രീനിൽ നോക്കിയേ. ഫീഹ അബദ. ഫീഹ ഒരു കലിമത്തും അബദ വേറൊരു കലിമത്തും. ഫീഹ എന്ന് പറഞ്ഞ ഹായിൻ്റെ ഫത്ഹിനെ നീട്ടാനുള്ള അലിഫ് ഒരു കലിമത്തിൻ്റെ അവസാനത്തെ മദ്ദക്ഷരമായി. അബദൻ അടുത്ത പദത്തിൻ്റെ അല്ലെങ്കിൽ കലിമത്തിൻ്റെ ആദ്യാക്ഷരം ഹംസയായി. ഫീഹ അബദ. തൂബൂ ഇലല്ലാഹ്. തൂബൂ ഇലല്ലാഹ് അല്ലേ? തൂബൂ ബാഇൻ്റെ ളമ്മിനെ നീട്ടാനുള്ള വാവ് ഇലല്ലാഹ്. ഓക്കെ. അടുത്ത് ഫീ ഇമാമിൻ മുബീൻ. ഫീ ഇമാമിൻ മുബീൻ അല്ലേ? ഫീ ഒരു കലിമത്തും ഇമാമിൻ വേറൊരു കലിമത്തും. മനസ്സിലായോ? മനസ്സിലായോ? ഇത് കൂടുതൽ പറയാനൊന്നുമില്ല. മുത്തസിൽ പഠിക്കുന്നതോടുകൂടി തന്നെ മുൻഫസിൽ ഓട്ടോമാറ്റിക് വരും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടും കൂടെ പറഞ്ഞിട്ട് മുത്തസിലും മുൻഫസിലും കൂടി ഒരുമിച്ച് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നത്. മദ്ദക്ഷരം ഹംസും വരുന്നിരു കലിമത്തിൽ, എന്നാൽ അതിൻ പേരാണ് മദ്ദുൽ മുൻഫസിൽ. യാ അയ്യുഹന്നാസു തഖൂ ഹാ അൻതുമു. നീട്ടാം ഇതും മുത്തസിൽ പോലയൽസമൂ. ഇതെങ്ങനെയാണ് നീട്ടേണ്ടത് എന്ന്? മുത്തസിലായ മദ് ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മുത്തസിലായ മദ് അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ ആവണം എന്നുള്ളത് നിർബന്ധമാണ്. മുൻഫസിലായ മദ് അങ്ങനെ ഒരു നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല എന്ന് ചോദിക്കാൻ പറ്റൂല. നിർബന്ധമില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഖിറാഅത്തിൽ മുൻഫസിലായ മദ് മുത്തസിലിൻ്റെ അതേപോലെ നീട്ടിയിട്ടാണ് ഓതാൻ ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മളൊക്കെ ഓതേണ്ടത്, പ്രത്യേകിച്ച് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മുത്തസിൽ നീട്ടുമ്പോൾ തന്നെ മുൻഫസിലും നീട്ടി ഓതാം. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി കുറച്ച് ഓതണം. അതിൽ മുത്തസിലും കാണണം നമുക്ക് മദ്, മുൻഫസിലും കാണണം. കണ്ടിട്ട് നോക്കിയിട്ട് പോവാം. റെഡി? തുടങ്ങിയല്ലോ. സൂറത്തുൽ മറിയം അല്ലേ? 65-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ويقول الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا ثم لنحن أعلم بالذين هم أولى بها صليا وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ഓക്കെ,
റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി. റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ. നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ ഫഅബ്ദുഹു എന്ന ഹു നീട്ടാൻ പാടില്ല. നീട്ടണമെന്നറിയിക്കാനുള്ള വാവ് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? ഫഅബ്ദുഹു വസ്തബിർ. ഹു എന്ന് കുറച്ച് നീട്ടി ഓതുന്നുണ്ട് കുറേ പേര്. പറ്റില്ല. റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ഹൽ തഅലമു ലഹു സമീയ. ലഹു എന്നുള്ളിടത്ത് കണ്ടില്ലേ, ഹ എൻ്റെ ശേഷം ചെറിയൊരു വാവ്. അങ്ങനെ വാവ് കണ്ടാലാണ് നീട്ടേണ്ടത് ചേർത്തി ഓതുമ്പോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫഅബ്ദുഹു എന്നുള്ളിടത്ത് ആ വാവുണ്ടോ നോക്കി. ഇല്ല. എന്നിട്ടൊന്ന് കിട്ടുന്നു. ആര്? കുറേ പേര്. ആ കുറേ പേരിൽ നമ്മളുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉണ്ടാവില്ല അല്ലേ? ويقول الإنسان أإذا ما مت لسوف أخرج حيا. എങ്ങനെ? ويقول الإنسان أإذا ما مت. വയഖൂലുൽ ഇൻസാനു. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വയഖൂലുൽ ഇൻസാനു ലിൻസാനു ആകും. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. അവലം യദ്കുറു. അവലം എദ്കുറു ആകാൻ പാടില്ല. നമ്മളെപ്പോഴും പറയുന്നതാണ് ഏത്? ഫത്ഹുള്ള യാ കൊണ്ട് തുടങ്ങുമ്പോൾ യാ തന്നെ വേണം, എ ആവാൻ പാടില്ല. അവല എദ്കുറുൽ ഇൻസാൻ. എദ്കുറു എദ്കുറു നോക്കിയേ. അവല എദ്കുറു പറ്റില്ല. അവല യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. വലം യകു ശൈആ. فوربك لنحشرنهم والشياطين ثم لنحضرنهم. اوكي. فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا. حول جهنم جثيا. ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. മദ്ദുകളൊന്നും കാണുന്നില്ലല്ലേ? നോക്കിയേ. നേരത്തെ ആയതിൽ ജിസിയ എന്നുള്ളത് ജിസിയ സിസി ആവില്ലല്ലോ. CCTVൻ്റെ ഇല്ല. ഇത്തിയ ഇവിടെ ജിസിയ നേരെ. പിന്നെന്തു വേണം? അവിടെ ലനൻസിഅന്ന എന്ന ഐന് ശ്രദ്ധിക്കണം. ലനൻസിഅന്ന ആകാൻ പാടില്ല. മിൻ കുല്ലി ശിയഅത്തിൻ അയ്യുഹും. അവിടെ ഒന്ന് സ്പീഡാവുമ്പോഴാണ് മിൻ കുല്ലി ശിയഅത്തിൻ അയ്യുഹും. ഈ നയ്യുഹും ആയി പോവാം. നയ്യുഹും അല്ലേ? നെയ്യ് എന്നൊക്കെ പറയണത് ശരിക്കും നയ്യായിട്ട് മാറും. എന്നിട്ട് മിൻ കുല്ലി ശിയഅത്തിൻ അയ്യുഹും. അയ്യുഹും അശദ്ദുവാണ്. അയ്യുഹും മശദ്ദു ആവുക. മശദ് പറ്റുമോ? മശദ് പറ്റില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ തന്നെ നോക്കി. സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശിയഅത്തിൻ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇതിയാ. ഓക്കെ. സുമ്മ ലനഹ്നു അഅലമു ബില്ലദീന ഹും ഔലാ ബിഹാ സിലിയാ. സുമ്മ ലനഹ്നു. നഹ്നുവിൻ്റെ ഹ ഇപ്പോഴും ശരിയാവാത്ത ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നഹ്നു 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 ആവുന്നവർ. യാ റബ്ബ്. സുമ്മ ലനഹ്നു അഅലമു ബില്ലദീന ഹും ഔലാ ബിഹാ സിലിയാ. ഔലാ ബിഹാ സിലിയാ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ. ഓക്കെ.
وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا وإذا تتلى عليهم آياتنا بينات قال الذين كفروا للذين آمنوا أي الفريقين خير مقاما وأحسن نديا وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. Okay. وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا ശ്രദ്ധിക്കണേ, അവിടെ സുമ്മ നുനജ്ജില്ലദീന തഖവ്വ എന്നൊക്കെ പറയുമ്പോഴേ വനദറുദ്ദാലിമീന ഫീഹാ ജിസിയ വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്ത്. അങ്ങനെ വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്ത്. ഓക്കെ അല്ലേ? قال الذين كفروا للذين آمنوا അവിടെ നോക്കിയേ നിങ്ങളെ, ആമനു അയ്യുൽ ഫരീഖൈൻ അല്ലേ? അവിടെ എന്തുണ്ട്? മദ് മുൻഫസിലുണ്ട്. കാരണം ആമനു എന്ന് പറയുമ്പോൾ നൂനിൻ്റെ ദമ്മിനെ നീട്ടാനുള്ള വാവുണ്ട്. അയ്യുൽ ഹംസ അടുത്ത കലിമത്തിലാണ്. അയ്യുൽ ഫരീഖൈനി ഖൈറും മഖാമൻ വഅഹ്സനു നദിയാ വകം അഹ്ലക്ന ആകാൻ പാടില്ല എന്ന് ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞ കേട്ടോ. ലഹുമ്മന്ന കം അഹ്ലക്ന ലഹുമ്മന്ന കം ആതൈന എന്നോതല്ലേ. കം അഹ്ലക്ന ലഹും അന്ന കം ആതൈന എന്നാണല്ലേ. മീം സുക്കൂനായി വന്നാൽ പിന്നിലെ ഹംസ ഒഴിവാക്കി പറയല്ലേ, മീമിന് ശബ്ദം നൽകല്ലേ, ഖുർആനാണ് ഇത് എന്നറിയില്ലേ എന്നിട്ടോ. അതുകൊണ്ട് വകം അഹ്ലക്ന ഖബ്ലഹും മിൻ ഖർനിൻ ഹും അഹ്സനു അസാസൻ വരിയ. അസാസാകാൻ പാടില്ല, അസാസ് പറയണേ, ഇത് അസാസാണ് കേട്ടോ. قل من كان في الضلالة فليمدد له الرحمن مدا. قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة. يعني حتى إذا رأوا ما يوعدون إما العذاب وإما الساعة. അവിടെ നോക്കി, حتى إذا മദ് മുൻഫസിൽ വീണ്ടും വന്നു. فسيعلمون من هو شر مكانا وأضعف جندا.
അല്ലേ? മൻ ഹുവ ശർറും മകാനൻ വഅദ്അഫു ജുന്ദ വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ. എങ്ങനെ? വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ والباقيات الصالحات خير عند ربك والباقيات الصالحات خير عند ربك ثوابا لا ثوابا وخير مردا. باقي أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا كلا سنكتب ما يقول ونمد له من العذاب مدا ونرثه ما يقول ويأتينا فردا واتخذوا من دون الله آلهة ليكونوا لهم عزا كلا سيكفرون بعبادتهم ويكونون عليهم ضدا. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أفرأيت الذي كفر بآياتنا وقال لأوتين ശ്രദ്ധിക്കണം മാല വവലദ അത്ലഅ അൽ ഗൈബ അമിത്തഖദ ഇൻദ റഹ്മാനി അഹ്ദ. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അത്ലഅ അൽ ഗൈബ ഒന്ന് മറ്റൊന്ന് ഗ അമിത്തഖ പിന്നെ ഖ പിന്നെ ഇൻദ പിന്നെ അഹ്ദന്റെ ഐൻ ഹർഫുകൾ മാറാതെ സൂക്ഷിക്കണം. كلا سنكتب ما يقول ونمد له من العذاب مدا كلا سنكتب ما يقول ونمد له من العذاب مدا ونمد له ونرثه ما يقول ويأتينا فردا يعني ونرثه ما يقول ويأتينا فردا واتخذوا من دون الله آلهة ليكونوا لهم عزا. واتخذوا من دون الله آلهة ليكونوا لهم عزا ليكونوا لهم عزا. عيني كسر കൊടുത്തിട്ട് പറയണം. كلا سيكفرون بعبادتهم ويكونون عليهم ضدا كلا سيكفرون بعبادتهم ويكونون عليهم ضدا. ألم تر أنا أرسلنا الشياطين على الكافرين تؤزهم أزا فلا تعجل عليهم إنما نعد لهم عدا يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا. നോക്കണേ. ألم تر أنا أرسلنا الشياطين على الكافرين تؤزهم أزا. ألم تر കഴിഞ്ഞോക്കെ أنا أرسلنا മദ് മുൻഫസിൽ ഉണ്ടായില്ലേ. അന്നാ ഒരു കലിമത്ത്, അർസൽനയുടെ അടുത്ത കലിമത്തിലാണ്. അപ്പോൾ രണ്ട് പദങ്ങളിലായി വന്നു മദ്ദുൽ മുൻഫസിൽ.
തഉസ്സുഹും അസ്സാ ഉണ്ടോ? തഉസ്സുഹും അസ്സാ. ഫലാ ഒരിക്കൽ എന്താണ് ഫല? കണ്ടോ, ഫലാ തജ്അൽ എന്ന് ഓതിയ മൂന്നാൾക്കാർ, മൂന്നാൾ ഓതിയത് ഫലാ തഅജൽ എന്നാണ്. സത്യല്ലേ? സത്യല്ലേ? തജ്അലല്ല, ശരിക്കും നോക്കി, ഫലാ തഅജൽ ആണ്. അങ്ങനെയുണ്ട് ഖുർആനിലെ. ഫലാ തജ്അൽ മാത്രമല്ല ഫലാ തഅജൽ എന്നുണ്ട്. അക്ഷരങ്ങളൊക്കെ സെയിമാണ്, പക്ഷെ അർത്ഥം എന്തോ ഒരു വ്യത്യാസമുണ്ട്, അറിയോ? അങ്ങനെ തന്നെ. ശ്രദ്ധിക്കണം കേട്ടോ, നോട്ട് ചെയ്യണം. ഫലാ തഅജൽ അലൈഹിം ഇന്നമാ നഉദ്ദു ലഹും അദ്ദാ യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. ഓക്കേ, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. വിർദ എന്ന് പറഞ്ഞെടുത്ത് റാഇന് തർഖീഖ് വേണം. ലാ യംലികൂന അശ്ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ. ലാ യംലികൂന അശ്ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ وقالوا اتخذ الرحمن ولدا. وقالوا اتخذ الرحمن ولدا. صدقنا لقد جئتم شيئا إدا. لقد جئتم شيئا إدا. باقي تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. أوكي. تكاد السماوات يتفطرن منه ليه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض نوكي إلا آتي الرحمن عبدا. لا إلا آتي الرحمن مد منفصل. لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا سيجعل لهم الرحمن فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم قرن هل تحس هل تحي
هل تحس منهم من أحد أو تسمع لهم ركزا صدق الله العظيم ربنا تقبل منا അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പഠനത്തിന് വലിയ അവസരം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, സദാത്യങ്ങൾ, ഉമറാക്കൾ, പഠിച്ചവനെ ഞങ്ങളെല്ലാ പ്രവർത്തകർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്തും ഹിമ്മത്തും കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ അവരിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളം സദാത്യങ്ങളും ആലിമീങ്ങളും ഉമറാക്കളും പ്രവർത്തകരും ഉണ്ട്. എല്ലാവരുടെയും ഖബറുകളിലേക്ക് ഈ പരിശുദ്ധ ഖുർആനിൻ്റെ മിസ്ല് സവാബ് അള്ളാഹുവെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെയൊക്കെ പലരും മരണപ്പെട്ട് ഖബറിലാണ് അല്ലാഹ്, നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവർക്കൊക്കെ ഇതിൻ്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ, നിൻ്റെ കലാമിൻ്റെ ഖിദ്മയിലായി ആഫിയത്തുള്ള ദീർഘായുസ്സു തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കൂട്ടുകുടുംബാദികളോടൊപ്പം, ഉസ്താദുമാരോടൊപ്പം, ശിഷ്യരോടൊപ്പം, നീ ഞങ്ങളെ ഇഷ്ടജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തും